അപ്പൊ മച്ചാന്മാരെ, എല്ലാവർക്കും വണ്ടിപ്പണിക്കാരന്റെ പുത്തൻ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സ്വാതിരാജ്. ഇത് നമ്മുടെ രാഹുൽ ബ്രോ. ഇത് നമ്മുടെ ആരോമൽ ബ്രോയാണ്. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടായിരുന്നു. നമ്മൾ വണ്ടി എവിടെ നമ്മുടെ ഹരിപ്പാട്ട് പെയിന്റിംഗ് ബൂത്തിൽ കയറ്റിയായിരുന്നു. അപ്പൊ അല്ലറ ചില്ലറ ടച്ച് ആൻഡ് പോളിഷും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനുവേണ്ടി കയറ്റിയതാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിലേക്ക് നമ്മൾ പോവാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അതെ, ബെൽ ബട്ടണോട് നിങ്ങൾ അമർത്തുക. അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. എന്നുവെച്ചാൽ നോട്ടിഫിക്കേഷൻ്റെ ഒരുപാട് കംപ്ലയിൻറ്റ് നമ്മളെടുക്കാൻ പറഞ്ഞായിരുന്നു, ചേട്ടൻ്റെ വീഡിയോ ഇടാൻ നേരത്തെ നോട്ടിഫിക്കേഷൻ വരുന്നില്ലെന്ന്. അത് നിങ്ങൾ ജസ്റ്റ് ആ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓഫ് ചെയ്തിട്ട് വീണ്ടും ഓൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ ഹരിപ്പാട്ടുള്ള നമ്മുടെ സൗഹന്ദിയ ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റുള്ള വർക്ക്ഷോപ്പിലാണ് നമ്മൾ വർക്കിന് കയറ്റിയേക്കുന്നത് കേട്ടോ. അപ്പം ചേട്ടന്മാരെല്ലാം തകൃതിയായിട്ട് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ശക്തമായിട്ട് നല്ല അടിപൊളിയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുക. മഴ പെയ്താലും സേഫായിട്ടാണ് നമ്മൾ വണ്ടി കയറ്റിയിട്ടേക്കുന്നത്. അപ്പോൾ അതേ നമ്മളിവിടെ ആരോമൽ മച്ചാനും രാഹുൽ മച്ചാനും ഉണ്ട്. അപ്പോൾ ഇവന്മാരെല്ലാവരും രാവിലെ തൊട്ട് ഇവിടെ വണ്ടിയുടെ പണി നടത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ ഫുള്ള് പല പല വണ്ടികളുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ചേട്ടൻ നമ്മുടെ ഒരു ക്രിസ്റ്റയുടെ എന്തോ ഒരു ഒരവിൻ്റെ പണിയും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇതെന്ത് പറ്റിയാണോ? ഇതെന്ത് വരുന്നു? വർക്ക് എന്ത് വരുന്നതിൻ്റെ? ടച്ച് ആൻഡ് പോളിഷാ. അപ്പോൾ അതേ ഇവിടെ ഒരു ടച്ച് ആൻഡ് പോളിഷിൻ്റെ വർക്കും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെക്കനെ കാണിക്കുവാണെങ്കിൽ, അപ്പോൾ അതേ നമ്മുടെ ചെറുക്കനയിലേക്ക് പോകുമ്പോൾ ആരോമലെ എന്താ പോയി ഒരുമാതിരിയൊക്കെ തീർന്നില്ലേ? ഫ്രണ്ട് എല്ലാം ക്ലിയർ ചെയ്ത് കേട്ടോ. മൊത്തം ഒരുമാതിരി വല്ലാത്ത മഞ്ഞ കളറായിരുന്നു നമ്മുടെ ചെറുക്കൻ്റെ സൈഡ് ഒക്കെ കേട്ടോ. എന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ ആയിരിക്കും, ഓരിൻ്റെ ഒക്കെ ആയിരുന്നു. പക്ഷെ അങ്ങനെ ഉണ്ട്. പക്ഷെങ്കിൽ ഗാലക്സിക്കാർ അടിച്ച പെയിന്റ് പക്ക പെയിന്റ് ആയിരുന്നല്ലോ. ചുമ്മാ നമ്മളൊന്ന് ബഫ് ചെയ്ത് വിട്ടപ്പോഴത്തേക്കിനും വണ്ടി പക്ക ക്ലിയർ ആയി, പക്ക തിളങ്ങി കേട്ടാ കേട്ടാ. അപ്പൊ അതുപോലെ തന്നെ എടാ അത് ക്ലിയർ അടിക്കാൻ വെച്ചേക്കുവാടാ. ക്ലിയർ അടിച്ചാൽ വരത്തില്ല കേട്ടോ. അപ്പൊ കാര്യമില്ല, അത് മാത്രം ക്ലിയർ അടിച്ചിട്ട് കാര്യമില്ല, വെള്ളം മാത്രം ക്ലിയർ അടിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ആ കൊമ്പിന്റെ ഗ്ലാസിന്റെ ഭാഗം മാത്രമായിട്ടല്ലേ. അപ്പൊ അതേ നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോപ്പിൽ നിന്ന് നമ്മുടെ ഈ ഗ്ലാസിന്റെ അടിവശം വരെ നമ്മൾ ഓൾറെഡി വണ്ടിക്ക് ബ്ലാക്ക് ആയിരുന്നു. പിന്നെ ഈ അണ്ടർ പോർഷൻ മൊത്തം വൈറ്റ് ആയിരുന്നു. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യാൻ പോയി. ഇപ്പം നമ്മുടെ കൊമ്പിന്റെ താഴ്വശം അല്ലടാ. അപ്പൊ ഈ കൊമ്പിന്റെ താഴോട്ടുള്ള ഭാഗം, ആ ലൈറ്റിന് താഴോട്ടുള്ള ഭാഗം നമ്മൾ വൈറ്റ് ഒരുമാതിരി പറപ്പിക്കുന്ന രീതിയിലാക്കാൻ വെച്ചേക്കും കേട്ടോ. അപ്പൊ ചേട്ടൻ അതിനുവേണ്ടി ഒട്ടിക്കാൻ നിൽക്കുകയാണ്. ചേട്ടൻ ഇടയ്ക്ക് സംസാരിക്കാൻ പറ്റില്ല, ചേട്ടൻ കലിപ്പനല്ലേടാ. ഭയങ്കര പുള്ളിയുടെ ഇഷ്ടത്തിന് ചെയ്യട്ടോ. ചെയ്തു. അപ്പൊ നമ്മുടെ ആ സ്റ്റീൽ ഉണ്ടല്ലോ, ഈ സ്റ്റീല് ഫുള്ളെ മറച്ചിട്ട് നമ്മുടെ ഈ ഗ്ലാസിന്റെ ഭാഗം മൊത്തത്തിൽ അവർ കവർ ചെയ്തിട്ട് അടിവശം മാത്രമാണ് പെയിന്റ് ചെയ്യാൻ പോകുന്നത്. അത് പെയിന്റ് അടിക്കുമല്ലെന്ന് വെച്ചാൽ ചെറിയ നോവ് വെച്ച് അവരുടെ ഇരിക്കുന്ന ഒരു ചെറിയ നോവ് വെച്ച് അവർ അടിക്കാൻ പോകുന്നത് അത് മൊത്തം. അതുപോലെ തന്നെ ക്ലിയർ എന്ന് പറഞ്ഞാൽ ഇത് കണ്ട, വണ്ടി മൊത്തം പോളിഷ് ചെയ്തപ്പം വണ്ടിയുടെ തിളക്കം കണ്ട. പിന്നെ അതുപോലെ നമ്മുടെ ലിപ്പ് പൊട്ടിയിരുന്നായിരുന്നു കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ചായിരുന്നു, ലിപ്പ് മൊത്തം സ്ക്രാച്ച് ആയിട്ട്. ടോപ്പ് ലൈറ്റ് നമ്മൾ അടിച്ച് വണ്ടിക്കകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ടോപ്പ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ടോപ്പ് ലൈറ്റ് അല്ല, ടോപ്പ് ലൈറ്റിന്റെ കവർ ലൈറ്റ് ആയിട്ടൊന്നുമില്ല, നമ്മളൊരു ഡെമ്മി മാത്രം നല്ല വൃത്തിയായിട്ട് മൊത്തത്തിൽ വൃത്തിയാക്കി അത് അഴിച്ചു മാറ്റി കേട്ടോ. ചെറുക്കൻ രാവിലെ വന്ന് എല്ലാം അഴിച്ചു മാറ്റി വൃത്തിയാക്കി വെച്ചേക്കുക. അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചായിരുന്നു നമ്മുടെ നിയോൺ ഒട്ടിക്കാൻ നേരത്ത് ഇവിടെ വരുന്ന ഒരു അഴുക്കിന്റെ കാര്യങ്ങൾ. കഴിഞ്ഞ വീഡിയോ ഇല്ലല്ലേടാ, കഴിഞ്ഞ വീഡിയോ നമ്മൾ ഇതുണ്ടായിരുന്നു കേട്ടോ. അത് ഫുള്ള് നമ്മുടെ ഹരിച്ചേട്ടൻ ഇത് മൊത്തം മാറ്റി കേട്ടോ. ഇവിടെ മൊത്തം ക്ലിയർ ആക്കിയിട്ട് മൊത്തം പെയിന്റ് എന്ന് പറഞ്ഞാൽ പക്ക പോളിഷായിട്ടാണ് പുള്ളി ചെയ്തേക്കുന്നത് കേട്ടോ. നിനക്ക് ഇഷ്ടപ്പെട്ടില്ല ഇവിടുത്തെ വർക്ക്? നീ ആദ്യമായിട്ട് വരില്ലേ ഇവിടെ? ഇവൻ ആദ്യമായിട്ട് വരും കേട്ടോ. പക്ക പെയിന്റ്. അത് വെച്ചാൽ വെള്ളം കിടന്ന് നിങ്ങൾ കണ്ട ഇത് കണ്ട, വെള്ളം കണ്ട, വെള്ളം നമ്മൾ തൂത്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ മാറുന്ന രീതിയിലാണ് പുള്ളി പോളിഷ് ചെയ്ത് തന്നേക്കുന്നത്. ഇത് കണ്ട, ഇതിപ്പോ വെള്ളം വീണാലും ഒരിക്കലും വെള്ളം നിക്കത്തില്ല, ഒലിച്ചങ്ങ് മാറുക സാധനം. അതുപോലെ തന്നെ സൈഡ് കണ്ട, സൈഡ് ഫുള്ള് ഒരു തിളക്കം എന്ന് പറഞ്ഞാൽ നല്ല അന്യായ തിളക്കത്തിലായി കേട്ടോ. ഇതാണ്ട ഫുള്ള് തിളങ്ങി വെച്ചാൽ വെള്ളം നിൽക്കുന്നുണ്ട്. അതെ ഇത്
ഡോട്ട് ഡോട്ടായിട്ട് ഈ വെള്ളമെല്ലാം നിൽക്കുന്നത് കേട്ടോ. ഇത് ബായ്ക്കോശം കണ്ടോ, ബായ്ക്കോശമൊക്കെ പക്ക. ഇവിടെ മഴ പെയ്യും കേട്ടോ, ഇത് ഇവിടെ ഭയങ്കര മഴ കേട്ടോ. അതുപോലെ നീ ഫുള്ള് ക്ലീൻ ആയെന്ന് പറഞ്ഞാൽ ഈ സൈഡിലൊക്കെ ചെറിയ സ്ക്രാച്ച് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്തില്ല, കാര്യം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പുട്ടി അടിച്ച് ലെവൽ ചെയ്ത് ഫുൾ പെയിന്റ് ചെയ്യുമ്പോൾ ഇതിന്റെ വർക്ക് നമുക്ക് ഫിനിഷായിട്ട് മൊത്തത്തിൽ ചെയ്യാനൊക്കത്തുള്ളൂ. ഇതുണ്ടോ, അതുപോലെ തന്നെ നമ്മുടെ വീലടിച്ചോണ്ടിരിക്കും കേട്ടോ. ഇവിടെ മഴ കാരണം ലൈറ്റ് ഇല്ല, എന്നിട്ടും ചേട്ടൻ അടിക്കുക കേട്ടോ. ആണ് ഈ പെയിന്റിന്റെ പേരെന്തോന്നാ ഇപ്പൊ അടിക്കുന്നത്? ഇതിന്റെ സിൽവർ കളർ പെയിന്റ് ആണ് അടിക്കുന്നത് കേട്ടാ. കേട്ടില്ല, എന്നെ ഷൂട്ട് ചെയ്തിരുന്നു. അണ്ണനെ ഷൂട്ട് ചെയ്തിരുന്നുണ്ട്, അണ്ണന് ഇഷ്ടമല്ല പ്രമുഖനാകുന്നത്. അപ്പൊ നമ്മൾ ഇതിനുള്ള വീൽ കപ്പ്, അതായത് വീൽ കപ്പ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓർഡർ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ പോയി നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കുക. നമ്മൾ ഫ്രണ്ടില് സ്റ്റീലിന്റെയോ അല്ലാതെ റൗണ്ട് നമ്മൾ ചെയ്യുന്നില്ല, നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടി ഇരിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ പോയി അത് ഡിസൈൻ കണ്ടിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി ഇരിക്കുക കേട്ടോ. അതിന്റെ വീലിന്റെ എല്ലാം അടിച്ചിട്ട് കേട്ടോ. മഴയാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് കയറ്റി കേട്ടോ, ഈ ഷെഡിനകത്ത് കയറ്റിയിട്ട് ഇതിനകത്തിട്ടാ ചെയ്തോണ്ടിരിക്കുന്നത്. വീൽപ്പാലെല്ലാം ക്ലിയർ ആയി. നമ്മൾ സാധാരണ പേപ്പറൊക്കെ ഒട്ടിക്കുമായിരുന്നു, പക്ഷേങ്കിൽ ഇവിടെ നിൽക്കുന്നവരെല്ലാം അതുപോലെ എക്സ്പീരിയൻസ് ഉള്ളവരാണ്. വെച്ചാൽ പറന്ന് എങ്ങോട്ടും മാറത്തില്ല. വീലിൽ ശകലമായിട്ടുണ്ട്, പക്ഷെ അതെല്ലാം നമ്മൾ ഇവർ തന്നെ അത് ക്ലിയർ ചെയ്ത് സംഭവം എല്ലാം തരും കേട്ടോ. ചേട്ടായി ഭയങ്കര വർക്കില്ല കേട്ടോ. നമ്മുടെ ഗ്ലാസ് വരെ പൊതിയുക കേട്ടോ, പെയിന്റ് പറക്കരുത്. അതുപോലെ നമ്മുടെ ബാക്കിലെ വീൽ കപ്പ് സൗണ്ട് ഒന്നും കേൾക്കാൻ വയ്യ സൗണ്ട്. അപ്പൊ കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ എല്ലാവരും എന്നോട് പറഞ്ഞായിരുന്നു നമ്മുടെ വീൽ കപ്പ് വൈറ്റ് ആക്കണം സാധിച്ചേട്ടാന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മുടെ വീൽ കപ്പ് എവിടെ എടാ നമ്മുടെ വീൽ കപ്പ് എന്താടാ? ഓ വണ്ടിക്കകത്ത് വൈറ്റ് അടിച്ച് ഇവിടെ ചെറിയൊരു ലീക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇവിടെ അടിച്ചിട്ട് നമ്മുടെ വെച്ചേക്കുമായിരുന്നു. അപ്പൊ വീൽ കപ്പ് ഫുള്ള് വൈറ്റ് ആക്കി എന്ന് പറഞ്ഞാൽ വൈറ്റിനകത്ത് റെഡ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആക്കാൻ വേണ്ടി ഫുൾ വൈറ്റ് അടിച്ച് സാധനം ടോപ്പ് ലൈറ്റും നമ്മുടെ വീൽ കപ്പും എല്ലാം വൈറ്റ് അടിച്ച് വെച്ചേക്കാട്ടോ. ചേട്ടന്റെ പണി നടന്നോണ്ടിരിക്കുക കേട്ടോ. ഇനി എന്തുവാ മുടിയൊക്കെ എടുത്ത് കളണം. അല്ലടാ, മുടി എടുത്തിട്ട് ഈ ലൈറ്റ് രണ്ടും അഴിച്ചു കളയണം. ലൈറ്റ് വേണ്ട നമുക്ക് ഇപ്പോഴത്തെ. അപ്പൊ ഈ ചേട്ടൻ അടുത്ത കൊമ്പലോട്ട് കയറി കേട്ടാ. ഇത് കണ്ട, ഒരു കൊമ്പ് ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. കവർ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ അടിവശം മാത്രമേ അടിക്കുന്നുള്ളൂ, പറപ്പിക്കുന്ന രീതി അടിക്കുന്നത്. ഇപ്പൊ അടുത്ത കൊമ്പലോട്ട് കയറി. അതുപോലെ തന്നെ നമ്മുടെ അപ്പുമച്ചാനും നമ്മുടെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. വെളുത്ത് പാറി നിൽക്കുക കേട്ടോ. എന്തുവാ ഏണിയെ പിടിക്കാനായിരിക്കും. ഇത് കൂടുവാ. ചേട്ടൻ ആദ്യമായിട്ട് കാണുക കേട്ടോ. എന്ന് വെച്ചാലേ നമ്മളിങ്ങനെ വന്നില്ല, നമ്മളിവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. നമ്മൾ വണ്ടി കൊണ്ടിടുക, പെയിന്റ് ചെയ്യുക, നേരെ വണ്ടി എടുത്തോണ്ട് പോവാണ്. പക്ഷെങ്കിൽ പുള്ളിക്കാരൻ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ കാണും നമ്മൾ വീഡിയോ എടുക്കുന്നതാന്നൊക്കെ. അല്ലേടാ പോയെ എക്സൈറ്റ്മെന്റ്. മൂത്താശ്ശേരി കേട്ടാ. ഇല്ലില്ല, മൂത്താശ്ശേരി ഇല്ല കേട്ടോ. അപ്പൊ നമുക്കിവിടെ മെയിൻ നമുക്കൊരു കോൺട്രാക്ട് ഉണ്ട്. നമ്മുടെ സ്വർണ്ണമ്മയെന്നാണ് നമ്മൾ വിളിക്കുന്നത്. പക്ഷെ അങ്ങനെ പറഞ്ഞ പുള്ളി അടിക്കും കേട്ടോ. പുള്ളിയുടെ പേരെന്ന് പറഞ്ഞാൽ ഹരി എന്നാണ് പേര്, ഹരിയാണൻ എന്നാണ് പേര്. നമ്മുടെ സ്വന്തം നാട്ടുകാരൻ തന്നെയാണ്. പുള്ളിയുടെ വർക്ക്ഷോപ്പാണിത്. അപ്പോൾ പുള്ളിയുടെ പണിക്കാരെന്ന് പറഞ്ഞാൽ അമ്മാതിരി പണിക്കാരട്ടോ. എന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് ഉണ്ട്. വെച്ചാൽ ബസ് ആയാലും ട്രാവലർ ആയാലും ഏത് വണ്ടി ആയാലും ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അല്ലാതെ നമ്മളൊരു കാറ് പണിയുന്ന വർക്ക്ഷോപ്പിൽ കൊണ്ട് ചെയ്താൽ ഇതുപോലെ ഫിനിഷിങ് കിട്ടുവാടാ. അതാ ഇന്നോവ ക്രിസ്റ്റ ആയി കിടക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ അന്ന് ആലോചിച്ചേക്ക് എത്ര ഇതുണ്ടായിട്ടാണ് ഇവിടെ ഈ വണ്ടി തരണമെങ്കിൽ. എടാ ഇത് എത്ര ലക്ഷം രൂപ വരും ഈ വണ്ടി? 35 രൂപ. കുറഞ്ഞ ഒരു 35-36 രൂപയാണ്. ഫുൾ ഓപ്ഷൻ ആണെങ്കിൽ ഒരു 40 ലക്ഷത്തിന് താഴെ വരും വണ്ടിക്ക്. എങ്ങനെയായിരുന്നു കേട്ടോ. ആ വണ്ടി ക്രിസ്റ്റയാണ് ഇവിടെ കിടക്കുക. ടച്ച്. അപ്പൊ അതിന് ആ വണ്ടി വരെ ഇവിടെ വർക്ക് ചെയ്യാൻ കയറണമെങ്കിൽ നിങ്ങൾ ആലോചിക്കുക. ലോക്കൽ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ ആരെയും ചെറുതാക്കണ്ട. കാര്യം ഈ ലോക്കൽ വർക്ക്ഷോപ്പിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ കഴിവുള്ളവർ. മനസ്സിലായോ? പക്ഷെ ഈ പഠിച്ചിട്ട് വന്ന് ചെയ്യുന്നവരെക്കാൾ നല്ലത് ഇങ്ങനെയൊക്കെ ഉള്ളത്. പക്ഷെ എക്സ്പീരിയൻസ് ആണ് എന്റെ അറിവിൽ. അതായത് നമ്മുടെ എന്റെയും അപ്പൂന്റെയും ഒക്കെ പ്രായമായിരിക്കും അവരുടെ എക്സ്പീരിയൻസ് പറയുന്നത്.
ചിലപ്പോൾ ഞങ്ങളൊക്കെ എക്സ്പീരിയൻസ് കാണും. കാര്യം വെച്ചാൽ അവര് നമ്മുടെ ഒരു പ്രായത്തിന് അല്ലേ, നമ്മുടെ ഒരു പ്രായത്തിൽ അവർ ഇതിനു വേണ്ടി നടന്നതായിരിക്കും കേട്ടോ. ഇപ്പം നമ്മൾ വണ്ടി ഓടിക്കുന്നതെന്ന് പറഞ്ഞാലും നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടും അല്ലെങ്കിൽ ആ ഒരു ഇത് ഉള്ളതുകൊണ്ടാണ് ഓടിക്കുന്നത്. നമുക്ക് ഇതിനോടുള്ള ക്രേസ്, പുള്ളിയുടെ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ജോലിയോടുള്ള ക്രേസ്. പക്ഷെ പുള്ളിക്ക് കിട്ടിയ പണിക്കാരും അതുപോലെ തന്നെയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നല്ല വേറൊരു വണ്ടി. ഇപ്പൊ ഈ ഒരു ബസ്സൊക്കെ കൊണ്ടുവന്ന് ഇടുവാണെങ്കിൽ സ്വാഭാവികമായിട്ട് പ്രകാശിൽ നിന്ന് ഇറങ്ങുന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, അമ്മാതിരി നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. അതുപോലെയാണ് നമുക്ക് വിശ്വാസം ഈ ഒരു സ്ഥാപനത്തിൽ വരാൻ നേരത്ത്. പക്ഷെ വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ് സംഭവം. ഇവിടെ തന്നെ എത്ര വണ്ടികൾ പണി ഇന്നലെടാ. നമ്മുടെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു, എല്ലാ വണ്ടി ഒരു വണ്ടി പോലും എടുത്തത്, സ്കൂൾ ബസ് വരെ. കാറ് സൈക്കിളോട്ട് അതാ പറഞ്ഞു സൈക്കിളോട്ട്. ഇത് മാത്രമല്ല കേട്ടോ, നമ്മുടെ 12 വീല് 14 വീല് ടോറസ് ട്രെയിലർ എല്ലാ വണ്ടിയും ചെയ്യും. സ്കൂൾ വണ്ടിക്ക് നമ്മുടെ ഈ ഏരിയയിൽ സ്കൂൾ വണ്ടിക്ക് പാസ്സാവുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് പെയിന്റ് ചെയ്തതിന്റെ ക്വാളിറ്റിയാണ് വെഹിക്കിൾമാർ ചെക്ക് ചെയ്ത് പാസ്സാക്കുന്നത്. അമ്മാതിരി കേട്ടോ. ഹരിച്ചേട്ടൻ ഇവിടെ ഇല്ല, ഹരിച്ചേട്ടൻ എന്തോ കാര്യത്തിന് വേണ്ടി പുറത്തു പോയേക്കും കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ചെറുക്കൻ ഇത്രയൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട്. ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ഇത്രയും ഒരു തിളക്കം ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. ഇവിടാണ് മിക്ക വണ്ടി നമ്മുടെ എല്ലാം ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളുടെ അറിവിലെന്ന് വെച്ചാൽ ഞങ്ങൾ ഓടുന്ന ഒട്ടുമിക്ക വണ്ടിയും നമ്മൾ ഇവിടെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് ക്ലീന് കാണണമെങ്കിൽ ഇപ്പൊ നമ്മൾ ഷെഡിൽ കിടക്കുന്നുണ്ടാകും അറിയാത്തത്. പക്ഷെ ഇത് കാണണമെങ്കിൽ പുറത്തോട്ടിറങ്ങും കേട്ടോ. ചേട്ടാ ഇത് ബാക്കിലത്തെ വീലും അടിച്ചിട്ട് വന്നു കേട്ടോ. ഇനി ഈ 2 സൈഡുകളും ഉണ്ട്. ബാക്കിലെ വീലടിച്ചാ അടിച്ചാ ക്ലിയർ ആയില്ലേ? നമ്മുടെ വീൽ കപ്പൊക്കെ ഉണ്ട്. അപ്പൊ അതേ നമ്മുടെ ലെഫ്റ്റ് സൈഡ് പെയിന്റ് അടിക്കും കേട്ടോ. ഇരുന്ന് അടിച്ചോ അതിനെന്തോ. ഒരച്ചേട്ടാ ചെറുക്കൻ വന്ന് രാവിലെ എല്ലാം വൃത്തിയാക്കിയിട്ട് കൊടുത്തു കേട്ടോ. പെയിന്റ് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ കഴുകണമെന്ന് പറഞ്ഞു നമ്മള്. നൈസ് സാൻഡ് പേപ്പർ ക്ലീൻ ആയില്ലേ? ഇനി ഇതിനകത്ത് വീൽ കപ്പോട് വരുമ്പോൾ ഇതാവും ക്ലിയർ ആവും. പിന്നെ ഈ ടയറിനകത്ത് മറ്റേ പെപ്സിയും കാർ വാഷറില്ലേ അതിട്ട് അപ്പൊ നമ്മളിവിടെ കഴുകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടയറ് കറാന്നിരിക്കണമെങ്കിൽ ഞങ്ങൾ ഇവിടെ ചെറിയൊരു പരിപാടി ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ പെപ്സി അല്ല കൊക്കക്കോള ഇതിനകത്ത് നമ്മള് നമ്മുടെ ഇതില്ലേ കാർ വാഷിന്റെ പേരെന്തായിരുന്നു? ടീപ്പോളോ ലേക്രോൾ എന്ന് പറഞ്ഞ സാധനം മിക്സ് ചെയ്തിട്ട് നമ്മൾ ടയറെ തേക്കുമ്പോഴാണ് ടയറ് കറുത്തിരിക്കുന്നത് കേട്ടോ. ഒരു 4-5 ദിവസം ഒരാഴ്ച പക്കയായിട്ട് കറുത്തിരിക്കും കേട്ടോ. ട്യൂബാണ് ഏണി കേട്ടോ. ഇത് കേട്ടോ നമ്മുടെ വീൽ സെറ്റ് കേട്ടോ. ബ്ലാക്ക് ആയിരുന്നു കേട്ടോ ഇതിനകത്ത് ഇരുന്ന കളർ കേട്ടോ. ഇനി ഇടാൻ നേരം ശ്രദ്ധിക്കേണ്ടെന്ന് പറയും. ഈ ഡ്രം തന്നെ എടുത്ത് വെളി കിടണം എപ്പോ ടയർ മാറിയാലും. ബ്ലാക്ക് അടിച്ചു വെക്കണം ഒരു ടയർ. പുറത്തങ്ങ് അടിക്കുക, ബ്ലാക്ക് അടിച്ചടിച്ചങ്ങ് വെച്ചേക്ക് കേട്ടോ. അവര് അല്ല എന്തുകൊണ്ടും നല്ലതാണ് വൃത്തിയായിട്ട് ഈ വീൽ കപ്പ് ഇടാതെ ടയർ കാണുന്ന രസം. പക്ഷെ ഇപ്പൊ എല്ലാം ട്രെൻഡഡ് ആയി നിൽക്കുന്നുണ്ട്. രാഹുലിനെ അങ്ങോട്ട് വിളിച്ചു കേട്ടോ. സഹായിക്കും പോ. 2 പേര് അങ്ങോട്ട് പോയി. അല്ല ഈ 4 വീലടിക്കാൻ എത്ര ലിറ്റർ വേണ്ടി വരും? ലിറ്റർ ഒന്നും വേണം. എത്ര വേണ്ടി വരും പെയിന്റ്? 200 300 ഇതേ ആവത്തുള്ളൂ കേട്ടോ. നമ്മുടെ ഈ 4 വീൽ അടിച്ചെടുക്കാം. 4 വീലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പുറത്ത് കിടക്കുന്ന വീല് മാത്രമേ നമ്മൾ അടിക്കാം. നമ്മളെന്നല്ല എല്ലാരും അങ്ങനെയല്ലേടാ അപ്പോ അടിക്കുന്നത്. പുറത്ത് കിടക്കുന്ന വീല് മാത്രമല്ലേ അടിക്കത്തുള്ളൂ. പിന്നെ ഈ ടയർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പൊക്കോണ്ടിരിക്കുക കേട്ടോ. എടാ ആരോമല ഇത് എന്താ എയർ ഗണ്ണല്ലേ? ഇത് എയർ കംപ്രഷൻ വെച്ചല്ലേ അടിക്കുന്നത്? പിന്നെ ഇതിന് ഈ ടയർ മുന്നോട്ട് കറക്കുന്ന വണ്ടി മുന്നോട്ട് എടുക്കണ എവിടാ? അതിന്റെ അടിവശം അടിക്കാനല്ലേ? ആ ഒരു സെന്റർ കേട്ടോ. ആ സെന്റർ അടിക്കാൻ വേണ്ടി വീല് അടിക്കാൻ വേണ്ടി കറക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പൊ ഈ സെന്ററിലെ സാധനം അടിക്കാൻ വേണ്ടി കേട്ടോ. ആര് എന്തൊരു എളുപ്പമാണാ നീ പറഞ്ഞത്. അല്ലടാ നമുക്ക് ഫ്രണ്ടിലോട്ട് എടുക്കാം. പുള്ളി ഇച്ചിരി മാറി തന്നാ മതി. ഏണിയായിട്ട് 3 തന്നാ മതി.
ഈ വീലെ പറ്റുന്നൊക്കെ പോകും കേട്ടോ. ഈ വീലെ പറ്റുന്നെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പറ്റുന്നേ ഉള്ളൂ. ഇതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്യും കേട്ടോ. അത് പോകത്തില്ല, തോത്ത് പോകത്തില്ലേ അടിച്ച. ഇച്ചിരി കേബിൾ ഇട്ടേടാ, കാലി വിട്ടാടാ. തകർപ്പൻ മഴ കേട്ടോ. പുറത്ത് പെയിന്റ് അടിക്കാൻ പറ്റിയ കാലാവസ്ഥ, ഉണങ്ങത്തില്ല. ഇച്ചിരി ചൂടുണ്ടെങ്കിൽ ഈ സാധനം ഉണങ്ങത്തുള്ളൂ കേട്ടോ. ചെറിയൊരു ചൂടുണ്ടെങ്കിൽ ചേട്ടാ. ഈ വെട്ടമില്ലാത്ത കാരണം ഫോണുണ്ട്. ചെറിയൊരു ടെമ്പറേച്ചർ. ഷീറ്റിന്റെ ആകുമ്പോൾ നല്ല ടെമ്പറേച്ചർ ഉണ്ട്. വീലൊക്കെ തിളങ്ങി കേട്ടോ. ആ സൈഡിൽ വീലൊന്നും വേണ്ട, മൊത്തം അടിച്ചില്ലേ അത്. അമ്പ വീല് കണ്ട തിളങ്ങിയിരിക്കുന്ന കണ്ട. ഒരു നട്ടില്ല കേട്ടോ ബാക്കിൽ കേട്ടോ. ഇത് കണ്ടോ, ഒരു നട്ടില്ല. ബാക്കി ഫുള്ളുണ്ട്. ഒരു നട്ട് മേടിച്ചിടണം. ലൈലാൻഡിൽ പോകണം. ലൈലാൻഡിൽ പോയി ഒരു നട്ട് മേടിച്ചിടണം. ഫ്രണ്ടും ക്ലീൻ ആയി കേട്ടോ. ഇത് കണ്ടോ, ഫ്രണ്ടെല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയി. ഓൾമോസ്റ്റ് ചെറുക്കൻ്റെ ഫ്രണ്ട് വശം ആയാലും ബാക്ക് സൈഡ് ആയാലും എല്ലാം പക്ക ക്ലീൻ ആയി കേട്ടോ. ഇനി ഇത് നമ്മൾ വേണം ഇനി ഇത് എന്തോ പറയണ്ടേ, റോഡിൽ ഓടി കാണിക്കാൻ. അത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ നമുക്കൊന്ന് ഓടി നിൽക്കാനൊക്കത്തുള്ളൂ കേട്ടാ. അപ്പൊ എന്തുവാന്ന് അറിയത്തില്ല. പുള്ളിക്കാരന് കയറിയേക്കുന്നത് പറഞ്ഞാൽ ഇതേ ഹീറ്ററും കൊണ്ടാണ് കയറിയേക്കുന്നത് കേട്ടാ. ഇതേ ഹീറ്റർ അണ്ണൻ്റെ കയ്യിലുണ്ട്. പിന്നെ പെയിന്റിങ്ങിന്റെ മറ്റേ ഗണ്ണും കയ്യിലുണ്ട് കേട്ടോ, വെടിവെക്കുന്നത്. ഹീറ്റർ എന്തിനാണ് അപ്പു? വെള്ളം വലിക്കാൻ കേട്ടാ. കണ്ടുപിടിച്ചു കേട്ടോ, ഇവൻ കണ്ടുപിടിച്ചു. നനവ് ചൂടാകും. അവൻ പുലിയാണ് കേട്ടോ. അണ്ണൻ കാറ്റടിക്കാൻ തുടങ്ങി. കാറ്റ് മാത്രമേ ഉള്ളല്ലോ, പെയിന്റ് വരുന്നില്ലല്ലോ. അടിച്ചായിരുന്നു. അതെ പറപ്പിക്കാൻ പോവാ കേട്ടോ. അണ്ണാ ഞാൻ പറഞ്ഞ ഈ കണ്ണല്ല കേട്ടോ, മറ്റേ കണ്ണിട്ട് അടിക്കാനാ പറഞ്ഞത്. ഈശ്വര എന്തായി തിരുവാവും. അണ്ണാ ഹീറ്ററും ഉണ്ട് കേട്ടോ. ഹീറ്ററും ഗണ്ണൂടാ ഉപയോഗിക്കുന്നത് കേട്ടാ. എന്നുവെച്ചാൽ അടിക്കുന്ന പെയിന്റ് ഉണങ്ങാൻ വേണ്ടി. കൊമ്പിന്റെ അണ്ണാ ബ്ലാക്ക് ഷെയ്ഡ് മണ്ടക്കോട്ട് കാണണം കേട്ടാ. കനപ്പിക്കരുത്. മണ്ടക്കോട്ട് കനപ്പിക്കരുത്. കട്ടിക്കടിക്കണം, വെളുത്തിരിക്കണം. അടിച്ചു. എടാ സെന്റർ വരെ വേണ്ടേ? വെളുത്ത് ക്യാമറക്കാന്ന് നല്ലോണം വെളുത്ത് വേണ്ട. ക്യാമറ കേട്ടാ. വെളുത്ത് ആ ചുളുവിന്റെ അവിടെ പറപ്പിക്കാനുണ്ട്. ചുളു വരുന്നില്ല ഇവിടെ. അങ്ങനെ അവിടെ അല്ലാണ്ട് ഇടയ്ക്കിടയ്ക്ക് കിഴുത്തേടെ അവിടെ കട്ടിങ് വരുന്നില്ല. അവിടെ ചീറി കേട്ടോ. ഇങ്ങനെ മതി. പിടിക്കണോ? തോക്കി ഞാൻ കൈകളിലേറ്റി കേട്ടോ. ഞാൻ ഇവന്റെ മുടി ഹീറ്റ് ചെയ്യട്ടോ. മുടി ഹീറ്റ് ചെയ്യട്ടോ. കത്തിപ്പോടാ. അണ്ണന്റെ മുടി ഹീറ്റ് ചെയ്യാൻ കേട്ടോ. തന്നെ പോട്ടെ. വിരലടയാളം വെച്ചേക്കുന്നുണ്ട് അവിടെ വരെയാ. അടയാളം അങ്ങോട്ടേക്കോട്ടേക്ക് പോകും. ഓക്കെ. നമുക്ക് വേറെ ആട്ടി ഓടിച്ചത് കേട്ടോ. അകം ഓടിക്കുന്നുണ്ട് കേട്ടോ. ഹരിയാണം വരുന്നതിന് മുമ്പ് അടിക്കും. ചേരത്തില്ല. എന്റെ മൂല വേണ്ട. ഈ മൂല കണ്ട. എടാ കേബിള് എടുത്തിട്ട്. അല്ല കേബിളല്ല, മറ്റേ
ഇതൊക്കെ പറിച്ചോളാണ് കേട്ടോ നാളെ. എല്ലാം ഇളക്കള കയറി ചെറിയൊരു ഗ്യാപ്പ് കിട്ടി അന്നേരം കയറി ചിക്കൻ അടിച്ചോളൂ. ഗണ്ണ് തോക്കി ഞാൻ കൈമാറി കേട്ടോ അവൻ്റെ നേരെ. എടാ അത് ചൂടാക്കാനുള്ള ചൂടാക്ക്. ഹീറ്റർ അടിച്ചു. മഴ കാരണം ചൂടാക്കി അടിക്കുന്നു കേട്ടോ. മഴക്കാലമായോണ്ട് എടാ ഇത് വെച്ച് മുടി സ്ട്രൈറ്റ് ചെയ്യാൻ പറ്റും കേട്ടോടാ. വേണ്ട ഞാൻപ്പത്തേക്ക് കൊമ്പ് കണ്ട കൊമ്പിലൊരു വൈറ്റ് ഇത് കൊടുക്കും കേട്ടോ. ഇവിടെ ആണെങ്കിൽ ഈ നമ്മുടെ കമ്പർസർ ഉണ്ട്, ഈ ചെറിയ സാധനം കേട്ടോ. ഇതാണ് ഇത്രയും സൗണ്ട് ഉണ്ടാക്കുന്ന സാധനം. ഇത് ഓണാക്കിയിട്ടില്ല കേട്ടോ. ഇത് വലിയ കമ്പർസറും അത് ചെറിയ കമ്പർസറും കേട്ടോ. ചെറിയ കമ്പർസറായിട്ട് അടിച്ചോണ്ടിരിക്കുന്നത്. അത് ആ കൊമ്പയിൽ നമ്മൾ അങ്ങനെ ഒരു ഡിസൈൻ ആക്കി കേട്ടോ. ഇതല്ല നമ്മുടെ അടിഭാഗം അണ്ടർബോഡി ഫുള്ള് അണ്ടർബോഡിയും ഈ സൈഡും മൊത്തത്തിൽ വൈറ്റും ഇതുണ്ടോ. ടോപ്പ് ബ്ലാക്ക്, അതിനിടയിൽ കൊമ്പയിൽ നമ്മൾ വൈറ്റ് അടിക്കുന്നത് കേട്ടോ. ഹീറ്റ് ചെയ്ത് വിടുക കേട്ടോ. ഹീറ്റ് ചെയ്ത് വിട്ടാലേ ആ സാധനം ഇതാവത്തുള്ളൂ, ഉണങ്ങത്തുള്ളൂ. ഇത് കണ്ടോ, ഇതെന്തോ പറയണ ഈ മുമ്പാരെ വണ്ടി. അയ്യോ ഇവന്മാരെ കൊണ്ട് ഒരു രക്ഷ കേട്ടോ. അതായത് അടുത്ത കൊമ്പടിക്കാൻ തുടങ്ങി കേട്ടോ. ആ കൊമ്പും വൈറ്റ് അടിച്ചു കേട്ടോ. സത്യം പറഞ്ഞ ഈ സംഭവം ഇക്കയോട് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഇക്കയോട് പറയുമ്പോ അറിയാം ഇനി എന്താ ആവുമെന്ന് കേട്ടോ. ഏറെക്കുറെ ഇക്കയോട് ഞാൻ പറഞ്ഞില്ലേ കൊമ്പലടിക്കും. ഇക്ക പറഞ്ഞ് മണ്ടക്കത്തെ ബ്ലാക്ക് ഒന്നും മാറ്റണ്ട, ഇതുപോലെ തന്നെ പോളിഷ് ചെയ്ത് ഇറക്കാൻ പറഞ്ഞു കേട്ടോ. ഇത് പിന്നെ നമ്മുടെ ഒരു ചെറിയൊരു ഡിസൈൻ പോലെ ചെയ്ത് കേട്ടോ. എന്ന് വെച്ചാൽ ഈ ഒരു വൈറ്റ് കയറുമ്പോൾ ഇച്ചിരി എടുപ്പ് വരും. അപ്പൊ ആ സൈഡ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ മച്ചന്മാര് നമ്മുടെ കൊമ്പിന്റെ ക്ലിയറും അടിച്ചു കഴിഞ്ഞു. ആ ക്ലിയറും അടിച്ചു കഴിഞ്ഞു. അപ്പൊ ഗ്ലാസിന്റെ പണി കഴിഞ്ഞ് നമ്മുടെ ചെറുക്കം മണ്ടക്കിരുന്ന് നമ്മുടെ ടോപ്പ് ലൈനിന്റെ ഡെമ്മി ഉണ്ടല്ലോ, ഡെമ്മി നമ്മൾ ഇത് കവർ ചെയ്തു കേട്ടോ. അപ്പൊ ടോട്ടൽ ലുക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ടോട്ടൽ ലുക്ക് കേട്ടോ. കണ്ട ഇനി ബാക്കി വർക്കെല്ലാം ഉടനെ പുറകെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ പറഞ്ഞു പെയിന്റിങ്ങിന്റെ വീഡിയോ ഇടാൻ പറ്റും. പെയിന്റിങ്ങിന്റെ വീഡിയോ ഇട്ട് അപ്പൊ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ ആക്കുക. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണ്ടടാ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പൊ ബാക്കി വിശേഷങ്ങൾ ലൈനിൽ കാണുന്നതിന് വരെ ടാറ്റ. അണ്ണ ടാറ്റ കാണിട്ടുണ്ടോ?